The problem, solve 4t square y double dash plus 24ty dash plus 25y is equal to 0, t greater than 0 എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളോട് സോൾവ് വിത്ത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. നമ്മളിത് ഏത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ടൈപ്പാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. സോ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഓയിലർ ഇക്വേഷൻ്റെ ഫോമിലാണുള്ളത് അല്ലേ. അപ്പോൾ തന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു ഓയിലർ ഇക്വേഷൻ്റെ ഫോമിലുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യാം, അതിനെ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻറ്റിലോട്ട് നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. എക്സ് എൻ ഇസ് ഈക്വൽ ടു എൽ എൻ ടി എന്ന് പറയുന്നത്. പിന്നെ വൈ ഡാഷും വൈ ഡബിൾ ഡാഷും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിന് മുന്നേ പറഞ്ഞ അതേമാതിരി തന്നെ വൈ ഡാഷ് ഇസ് ഈക്വൽ ടു 1/t ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. വൈ ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു 1/t സ്ക്വയർ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് 1/t സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, തന്ന ഇക്വേഷനിൽ നമ്മളിത് എന്ത് ചെയ്യാണ്, വൈ ഡാഷിൻ്റെയും വൈ ഡബിൾ ഡാഷിൻ്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പം നമ്മുടെ തന്ന ഇക്വേഷൻ എന്തായിരുന്നു, ടി 4t സ്ക്വയർ വൈ ഡബിൾ ഡാഷ് പ്ലസ് 24t ഇൻറ്റു വൈ ഡാഷ് പ്ലസ് 25y ഇസ് ഈക്വൽ ടു 0. സോ അതെന്തായിട്ട് മാറും, 4t സ്ക്വയർ ഇൻറ്റു 1/t സ്ക്വയർ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് 1/t സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 24t ഇൻറ്റു വൈ ഡാഷ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് പ്ലസ് 25 ഇസ് ഈക്വൽ ടു 0. അപ്പം നമ്മളിത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും, 4t സ്ക്വയർ ഇൻറ്റു 1/t സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് 4t സ്ക്വയർ ഇൻറ്റു 1/t സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് വരും. ഓക്കെ, ഈ ഒരു ടേം മാത്രം ഓപ്പൺ ചെയ്യുമ്പോൾ സോ ടി സ്ക്വയറും ടി സ്ക്വയറൂടെയും ക്യാൻസൽ ചെയ്ത് പോവും, ഇവിടുത്തെ ടി സ്ക്വയറും ടി സ്ക്വയറൂടെയും ക്യാൻസൽ ചെയ്തിട്ട് പോവും. അപ്പോൾ നമുക്ക് എന്താ ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും, 4 ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഇനി ഈ ഒരു ടേമിന് നമ്മൾ ചെയ്യുമ്പോൾ ഓക്കെ, ഇവിടെ 4 ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് ഡി വൈ ബൈ ഡി എക്സ് എന്നുണ്ടായിരിക്കും. ഇനി നമ്മൾ അടുത്ത ഈ ഒരു ടേം കൂടിയും ചെയ്യുമ്പോൾ ടിയും ടിയും കൂടിയും ക്യാൻസൽ ചെയ്ത് പോയിട്ട് അവിടെ 24 ഡി വൈ ബൈ ഡി എക്സ് എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെയായിട്ട് മാറും. 4 ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറിന് ഞാൻ 4 വൈ ഡബിൾ ഡാഷ് എന്ന് എഴുതുകയാണ്. പിന്നെ നമുക്കൊരു മൈനസ് 4 ഡി വൈ ബൈ ഡി എക്സും പ്ലസ് 24 ഡി വൈ ബൈ ഡി എക്സും പ്ലസ് 25y കൂടി ഉണ്ടായിരിക്കും ഈസ് ഈക്വൽ ടു 0. സോ ഇത് മൈനസ് 4ഉം 24 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, -20 വരും അല്ലേ. സോ അതെന്ത് വരും, 4y ഡബിൾ ഡാഷ് പ്ലസ് 20 ഡി വൈ ബൈ ഡി എക്സിന് നമുക്ക് വൈ ഡാഷ് എന്ന് എഴുതാം പ്ലസ് 25y ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ നമ്മുടെ ആ ഇക്വേഷൻ എന്തായിട്ട് മാറും, ഫൈനലി നമുക്ക് ഈ ഒരു ഫോമിലോട്ട് വരും. 4 ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 20 ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 25y ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ഫോമിലോട്ട് വന്നു. അപ്പം നമുക്കിതിനെ കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ട് റൈറ്റ് ചെയ്ത് വയ്ക്കാം. ഇതുവരെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എഴുതി വയ്ക്കുക. 4y ഡബിൾ ഡാഷ് പ്ലസ് 20y ഡാഷ് പ്ലസ് 25 ഈസ് ഈക്വൽ ടു 0 എന്ന് നമ്മൾ എഴുതി വയ്ക്കാം. അതിനോട് നമ്മൾ ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് അതെന്തായിരിക്കും, ഒരു ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻ്റ് ആണെന്നുള്ള ഒരു ധാരണ വരും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതണം. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഇവിടെ എന്ത് വരും, 4m സ്ക്വയർ അല്ലേ, 4m സ്ക്വയർ പ്ലസ് 20m പ്ലസ് 25 ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ഇനി നമുക്ക് ഇതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കണം. ഒന്നല്ലെങ്കിൽ ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യാം. അല്ലാത്തവർക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു മിഡിൽ ടേമിൻ്റെ ഹാഫ് എടുക്കുക. അത്രയും ടൈംസ് എം നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഇക്വേഷനിൽ അത് വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. മിഡിൽ ടേമിൻ്റെ ഹാഫ് വെച്ചിട്ട് വേണ്ട, ആ മെത്തേഡ് വേണ്ട, നിങ്ങൾക്ക് വേറെ തരത്തിൽ തന്നെ പറഞ്ഞുതരാം. നമ്മൾ ഈ 20m ഒന്ന് റീപ്ലേസ് ചെയ്ത് എഴുതുകയാണ്. അതായത് നമ്മൾക്ക് ഇങ്ങനെ വരും, 4m സ്ക്വയർ പ്ലസ് 20m പകരം 10m പ്ലസ് 10m എന്നാക്കിയിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യാം പ്ലസ് 25 വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്നാണ് അല്ലേ. ഇനി നമ്മൾ ഫസ്റ്റത്തെ രണ്ട് ടേം കൺസിഡർ ചെയ്യാം. ഇതിൽ 2m കോൺസ്റ്റൻ്റ് ആണ് രണ്ടിലും. സോ നമ്മൾ ആ 2m പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 2m ഇൻറ്റു ബാക്കി ഇവിടെ എന്താ ബാക്കി ടേം ഉണ്ടാവുക, 2m പ്ലസ് ഈ ഒരു ടേമിൽ എന്തുണ്ടായിരിക്കും ബാക്കി 5 എന്ന് കിട്ടും. ഇനി വീണ്ടും നമ്മളിവിടെ 10m പ്ലസ് 25 ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്താ കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുക, ഒരു 5നെ നമുക്ക് കോമൺ ആക്കിയിട്ട് എടുക്കാം. സോ 5 എടുത്തു, ബാക്കി ഇവിടെ എന്തുണ്ടായിരിക്കും, ഒരു 2m ഉണ്ടായിരിക്കും.
പ്ലസ് ബാക്കി 25 ഒരു 5 ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് അതിന് 2m × 2m + 5 + 5 × 2m + 5 എന്ന് എഴുതാൻ പറ്റും. 2m + 5 എന്ന് പറയുന്നത് കോമൺ ആണ്. സോ ആ 2m + 5 എന്ന് പറയുന്നത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 2m + 5 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. ബാക്കി ഇവിടെ ഏതാ ഉള്ളത് ഇനി ഒരു 2m ഉള്ള. സോ 2m ബാക്കി ഈ ഒരു ടേമിൽ ഏതാ ടേം ഉള്ളത് +5 എന്ന് എഴുതി. സോ നമുക്കത് എന്ത് വന്നു 2m + 5 × 2m + 5 എന്ന് വന്നു. അപ്പോൾ എന്ത് വരും 2m + 5 ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് അതിന് എഴുതാൻ പറ്റും. സോ അത് എന്തായിട്ട് മാറി 2m + 5 ഹോൾ സ്ക്വയർ = 0 എന്ന് വന്നു അല്ലേ. ഇനി 2m + 5 ഹോൾ സ്ക്വയർ = 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്താ മീൻ ചെയ്യുന്നത് 2m + 5 = 0 എന്ന്. അതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും 2m = -5 എന്ന് എഴുതാൻ പറ്റും. സോ m നമുക്ക് എന്ത് എഴുതാൻ പറ്റും -5/2 എന്ന് കിട്ടി. സോ നമുക്ക് ഈ റൂട്ട് കിട്ടിയത് എന്തായിരുന്നു m -5/2 എന്ന് പറയുന്ന റൂട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്താ കിട്ടുന്നത് m രണ്ടും നമുക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എത്ര റൂട്ട് വേണം 2 റൂട്ട് വേണം. സോ നമുക്കിവിടെ m -5/2 എന്നാണ് കിട്ടിയത്. സോ അടുത്ത റൂട്ട് എന്ത് തന്നെയാണ് -5/2 ആണ്. സോ ഹിയർ റിപ്പീറ്റഡ് ഈക്വൽ റൂട്ട്സ് ആണ്. അതായത് ഈക്വൽ റൂട്ട്സ് ആണ്. അങ്ങനെ ഈക്വൽ റൂട്ട് വരുമ്പോൾ നമ്മളൊക്കെ സൊല്യൂഷൻ എങ്ങനെയാണ് പറയാറുണ്ടായിരുന്നത് y അതായത് c1 + c2 × e⁻mt എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മളിവിടെ ഇക്വേഷനെ നമ്മൾ എക്സിലാണ് നമ്മളെ സൊല്യൂഷൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കത് എക്സിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആക്ച്വലി വേണ്ടത് ടിയിലാണ്. എങ്ങനെ എടുത്താലും കുഴപ്പമില്ല. സോ നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ എഴുതുകയാണ് y = c1 + c2x × e⁻−5/2x എന്ന് നമ്മൾ എഴുതുകയാണ്. കാരണം നമ്മുടെ എന്താണ് m എന്ന് പറയുന്നത് -5/2. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ ആയോ ഇല്ല അല്ലേ. നമ്മൾ തിരിച്ച് എന്തെന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം x = ln t എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു എറർ പറ്റിപ്പോയിട്ടുണ്ട്. നമ്മളവിടെ എക്സിൽ തന്നെയാണ്. കാരണം നമ്മളിവിടെ റെഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നതിലെ വേരിയബിൾ എന്ന് പറയുന്നത് എക്സ് ആണ്. നമ്മൾ എടുത്തിരുന്ന വേരിയബിൾ അതായത് ഓയിലർ ഇക്വേഷനിലുള്ള വേരിയബിൾസ് ടി ആയിരുന്നു. പക്ഷേ നമ്മളിവിടെ x = ln t എന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തതുകൊണ്ട് ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് വന്നിരിക്കുന്ന ഫോം എന്ന് പറയുന്നത് എക്സിലാണ്. അപ്പോൾ അതൊന്നും കൺഫ്യൂഷൻ ആയി പോകരുത് എനിക്ക് നേരത്തെ വന്ന മാതിരി. സോ നമുക്കിവിടെ എന്ത് കിട്ടി y നമ്മൾ എഴുതി വെച്ചു. ഇനി നമ്മൾ x = ln t എന്ന് പറയുന്നത് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. സോ നമ്മളങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും y = c1 × c2 x പകരം ln t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. e⁻−5/2 × ln t എന്ന് പറയും അല്ലേ. അപ്പോൾ ഇനി e⁻−5/2 ln t എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും e⁻ln t⁻−5/2 എന്ന് എഴുതാൻ പറ്റും. സോ വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും t⁻−5/2 എന്ന് വരും. സോ ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത് y = c1 + c2 ln t × t⁻−5/2 എന്ന് പറയും. ഓക്കെ, ഒന്നുകൂടി ഞാൻ ഈ പ്രോബ്ലം പറയാം, ഒന്ന് ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ആ വേരിയബിളിൻ്റെ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഓയിലർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ വേരിയബിൾ എന്ന് പറയുന്നത് അതായത് y-യും t-യും വെച്ചിട്ടായിരുന്നു ഈ ഒരു ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഓയിലർ ഇക്വേഷനെ ഈ ഹോമോജീനിയസ് ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോയിഫിഷ്യൻറ്റിലോട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്യാണ്. ആ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ x = ln t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് y-യും y" ഒക്കെ കണ്ടുപിടിച്ച് നമ്മളിവിടെ എഴുതുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ, ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻറ്റിലേക്ക് എഴുതിയ ഇക്വേഷൻ എന്ന് പറയുന്നതിൽ വേരിയബിളിൽ y-യും x-ഉം ആണ്. അത് ശ്രദ്ധിക്കണം. അപ്പോൾ y-യും x ആണ്. സോ അതിൻ്റെ സൊല്യൂഷൻ എഴുതുമ്പോൾ നമ്മൾ എന്തിൽ എഴുതണം? ഇപ്പോൾ നമുക്കിവിടെ 2 ഈക്വൽ റൂട്ട്സ് ആണ് വന്നത്. അപ്പോൾ ഇതിൻ്റെ ഈക്വൽ റൂട്ട് വന്നതുകൊണ്ട് നമ്മളെ സൊല്യൂഷൻ y = c1 + c2x × e⁻mx എന്ന് പറയുന്ന ഇക്വേഷനാണ് ഉപയോഗിച്ചിരുന്നത്. അത് നമ്മൾ വേരിയബിൾ എക്സ് ആകുമ്പോഴാണ് ഇക്വേഷൻ ഉപയോഗിക്കുക. അവിടെ വേരിയബിൾ ടി ആയിരുന്നെങ്കിൽ ആ ഇക്വേഷന് നമ്മൾ y = c1 + c2 t × e⁻mt എന്ന് എഴുതും. പക്ഷെ നമ്മളിവിടെ എക്സിലാണ്, കാരണം ഈ ഇക്വേഷനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യണേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ എഴുതിയ ഇക്വേഷനിൽ എക്സിന് പകരം തിരിച്ച് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ln t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് കിട്ടുന്ന രണ്ടാമത്തെ സൊല്യൂഷൻ y = c1 + c2 ln t t⁻−5/2 എന്ന് കിട്ടി. അതെന്ന് പറയുന്നതാണ് നമ്മുടെ തന്ന ഓയിലർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ. തന്ന ഓയിലർ ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതിലായിരുന്നു? ടിയിലും y-യിലും ആയിരുന്നു. സോ നമുക്കതിൻ്റെ
സൊല്യൂഷൻ കിട്ടിയതും അങ്ങനെ തന്നെ അല്ലേ, y is equal to t-ൻ്റെ ഒരു ഫംഗ്ഷൻ ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയത്. സോ അത്രയും കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കാനുണ്ടായിരുന്നത്. ആ ഒരു വേരിയബിളിൻ്റെ കാര്യം കൺഫ്യൂഷൻ വരാതെ ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1-2 തവണ ഒന്ന് എഴുതി നോക്കണം. അതുമാതിരി തന്നെ y-ഉം y" കണ്ടുപിടിക്കുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ഉള്ള സ്റ്റെപ്പാണ്. സോ ആ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. അതിൻ്റെ കാര്യങ്ങൾ പോകരുത്. കാരണം അതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് ഒരു y" കാണുന്നിടത്ത് ഒരു അറേഞ്ച്മെൻറ്റ് നടത്തുന്നുണ്ട്. അതായത് d/dt-നെ d/dx × dx/dt എന്ന് പറയുന്ന അറേഞ്ച്മെൻറ്റ് നടത്തുന്നുണ്ട്. അതേമാതിരി തന്നെ d²y/dx²-നെ നമ്മൾ d/dx dy/dx എന്ന് എഴുതുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഓർത്തിരിക്കണം. പിന്നെ അതേമാതിരി തന്നെ നമ്മൾ x = ln t-നെയാണ് എടുത്തിരുന്നത്. ഇപ്പോൾ y' കാണുമ്പോൾ നമ്മൾ ചെയിൻ റൂളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ അത്യാവശ്യം ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ.